റിയൽമി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി പാഡ് 2 എന്ന ടാബിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മിക്ക ഫീച്ചേഴ്സ് നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സാണ്. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 11.5 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ വരാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ ഓക്കെയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. റിഫ്രഷ് റേറ്റ് 40 Hz 60 Hz അല്ലാന്നുണ്ടെങ്കിൽ 120 Hz ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഏകദേശം 85.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നുണ്ട്. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. അപ്പോൾ അതിന് മാത്രം മികച്ച പീക്ക് ബ്രൈറ്റ്നസ് ഒന്നും ഇതിൽ വരുന്നില്ല. എന്നാലും ടാബാണ്. ടാബുകൾ പൊതുവേ നമ്മൾ അത്ര നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റുള്ള കണ്ടീഷൻസിലൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ DC ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 01 അൾട്രാ വിഷൻ എഞ്ചിൻ എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ റിയൽമി പാഡ് 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബിൻ്റെ തിക്നെസ് വരുന്നത് 7.2 mm ആണ്. ഈ ടാബിൻ്റെ ഇൻസ്പിരേഷൻ ഗ്രീൻ അതുപോലെ തന്നെ ഇമാജിനേഷൻ ഗ്രേ എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. ടാബുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല എന്ന് പറയേണ്ടി വരും. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വലിയ തരക്കേടില്ല എന്ന് പറയാം. എന്നാലും ഇപ്പം 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ റിയൽമി പാഡ് X എന്ന ടാബ്ലറ്റ് വരുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഈ പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പ്രോസസ്സർ പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി പാഡ് X ആയിരിക്കും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആ ഒരു ടാബിൽ 5G സപ്പോർട്ടോ 4G സപ്പോർട്ടോ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഈ ഒരു ടാബിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 4G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് നോക്കാവുന്നതാണ്. പിന്നെ ടാബിൽ നിങ്ങൾ സാധാരണ സിം യൂസ് ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ടാബിൻ്റെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ ടാബുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഡെഡിക്കേറ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറ വരുന്നുണ്ട്. പിന്നെ ടാബിൻ്റെ ഫ്രണ്ടിലും 8 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8360 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. ഓഗസ്റ്റ് 1 മുതലാണ് ടാബിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രീ ബുക്കിംഗ് ജൂലൈ 26 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ICCയുടെ HDFCയുടെ പിന്നെ SBയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി പാഡ് 2 തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന റിയൽമി പാഡ് X എന്ന ടാബ്ലറ്റ് ഓപ്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി പാഡ് എന്ന ടാബ്ലറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ.
പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ടാബുകളിലൊന്നും തന്നെ 4G സപ്പോർട്ടോ 5G സപ്പോർട്ടോ ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് സിമ്മിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ്ലറ്റ് നോക്കാവുന്നതാണ്. സിമ്മിൻ്റെ സപ്പോർട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റ് ടാബുകൾ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.